ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആനിവേഴ്സറി ഇന്നേ വരെ അപ്പയുടെ അമ്മയുടെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിച്ചിട്ടില്ല. ഒരു ഒളിച്ചോട്ട കല്യാണം ആയതുകൊണ്ട് ഇതേവരെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം 30 വർഷം തികയാണ്. ഇത് ഞാൻ ഫോട്ടോ ബസാറ് തോപ്പുംപടി കാണിക്കുന്നത്. അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമല്ലോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ കൊണ്ടൊരു ഫ്രെയിം അടുപ്പിക്കാമെന്നും പറഞ്ഞ് തലേ ദിവസം ഡാഡി ആ ഷോപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമിന് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നേ വരെ ഞങ്ങൾ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ രാവിലെ ഞങ്ങൾ അപ്പോൾ ചിലവൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് വേണ്ടിയിട്ട് അപ്പാപ്പൻ അവർ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി. അപ്പോൾ നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നു എല്ലാവർക്കും. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ജിജോയുടെ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ജിജോ ഓഫീസിൽ പോയേക്കാണ്, പ്ലാൻഡൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു പ്രോഗ്രാം പരിപാടി വെച്ചിട്ടുണ്ട്. കുറേ എക്സൈറ്റഡും കുറേ ചിരികളും സന്തോഷവും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലേക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഫുള്ളും കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളിത് ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെ പിള്ളേരെ പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അച്ചാറുണ്ടാക്കാനുണ്ട് എന്നുള്ള പരിപാടി, ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതിനുണ്ടാക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ആൻറ്റിക്ക് കൊടുത്തുവിടാനുണ്ടെന്നുള്ള രീതിയിൽ എന്നും പറഞ്ഞ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ നടക്കില്ല, അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. അത് കഴിയുമ്പോൾ ഡാഡി ഓഫീസിൽ നിന്ന് വരും. അപ്പോൾ ഞങ്ങൾ ഓരോ പരിപാടി അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ കാലൊക്കെ പൊക്കി കാണിക്കുന്നത് ഞങ്ങളൊരു ചെരുപ്പിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് കളർ ഇളകുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടന് ഉടുപ്പില്ലാത്തത് കാരണം അമ്മാമ്മ അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ അവനെ കാണിക്കാതെ. അപ്പോൾ അമ്മാമ്മ അപ്പുറവും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇവർ തോപ്പുംപടി വീട്ടിലേക്ക് പോവും. അപ്പോൾ ഞാൻ വേറൊന്നുമില്ല, നമ്മളിതൊന്നും പ്ലാൻ ചെയ്ത പരിപാടിയല്ല കേട്ടോ. നമ്മുടെ ഷീജു വല്യമ്മച്ചി ഉണ്ടായിരുന്നു, വല്യച്ഛന് പാടില്ലാത്തതുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് അവരെ മാത്രം കോണ്ടാക്ട് ചെയ്തില്ല. അപ്പയുടെ ഫാമിലി ലോങ് ആയതുകൊണ്ടിട്ട് നമുക്ക് അവരെയും വിളിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഡാഡി അവർ പോയി കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം വേറൊന്നുമില്ല, നമ്മളൊരു അപ്പവും ചിക്കൻ കറിയൊക്കെ ആയിട്ടും പിന്നെ ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് തുടരെ ലാസ്റ്റ് ഒത്തിരി സർപ്രൈസും ചിരിച്ചിരിച്ച്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അടുക്കളയിൽ കയറുന്നത് പിള്ളേരായതിന് ശേഷം അങ്ങനെ കയറാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയില്ലേ കിച്ചൺ റൊമാൻസ്, അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങളങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഡാഡി ഞാനും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് അടുക്കളയിൽ പരിപാടി. അപ്പോൾ ഞങ്ങളെന്തോ കണക്കിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഉടക്കും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡാഡി ഇത് നൈസിന് സ്കൂട്ടി ചെയ്തതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ക്യാമറ വെച്ച കാര്യം തന്നെ കുറേ നേരത്തേക്ക് മറന്നു പോയിട്ടോ. ഞങ്ങളുടേതായ രീതിയിൽ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ഞങ്ങളിതേ ഒരുമിച്ച് ചിക്കൻ കറി വെക്കാൻ പോകണം. അപ്പോൾ പിള്ളേരുള്ളെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കിച്ചണിൽ കയറാനോ എടുക്കാനോ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലി പിടിക്കുന്നത് ഇവിടെ ഞാനിങ്ങനെ സ്റ്റാൻഡിൽ ഫോൺ വെച്ച കാര്യം തന്നെ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഡാഡി ഇത് കണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഞാനത് മറന്നുപോയി. പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരം ആയപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കിച്ചണിലപ്പം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒതുക്കി നമുക്ക് സ്ലാബിൻ്റെ വീതി കുറവായതുകൊണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി നമുക്ക് കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് സ്ലാബൊക്കെ ഒതുക്കിയിടാനുള്ളതാണ്. അപ്പോൾ ഡാഡി എനിക്ക് ഹെൽപ്പ് ചെയ്തും ഡാഡിക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ എല്ലാം ഒരുക്കി സൈഡിൽ എത്തിച്ചു കൊടുക്കും. ഡാഡി അതങ്ങ് മസാല കൂട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ 2 ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ പച്ചക്കറിയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്.
ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് വേറെ ആരുമല്ല, ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ. എൻ്റെ ബ്രദർ ഒമാനിലാണ്. ഈ വീഡിയോ സ്ഥിരം എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ ബ്രദർ ഒമാനിലാണെന്ന്. അപ്പോൾ അവനും എൻ്റെ ജിത്തുമോനും ഞാനും കൂടി വീഡിയോ കോൾ ചെയ്ത് എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അവന് ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ അവനില്ലാത്തതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവനെ വീഡിയോ കോൾ ചെയ്താൽ അതിൻ്റെ ഒരു സൈഡിലൊരു ക്ലിപ്പ് ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ പ്രിപ്പയർ ചെയ്ത് എൻ്റെയും അവൻ്റെയും ഒരു പ്രിപ്പറേഷനാണ്. പെട്ടെന്നൊരു സഡൻലി ഒരു ക്വിക്ക്ലി പ്ലാൻ ചെയ്താണ് കേട്ടോ. അല്ലാണ്ട് നേരത്തെ കുട്ടി ഇതേവരെ നമ്മളങ്ങനെ ഈ ഒരു ഒളിച്ചോട്ടം പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമാശയ്ക്ക് കേട്ടോ. നമ്മൾ ഇതേവരെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ബർത്ത്ഡേ ഒക്കെയാണ് നമ്മൾ ആഘോഷിച്ച് പോകുന്നത്. അപ്പോൾ 30 വർഷം ആയില്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്തായാലും ആഘോഷിക്കാൻ തീരുമാനിച്ച് അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിനേക്കുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു വലിയൊരു ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും എടുത്ത് അരിയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ചിക്കൻ കറി വെക്കാൻ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. പക്ഷേ ഞാനതൊന്ന് ഒരു കിക്കിലി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മിക്സിയിൽ അടിച്ചത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എടുത്ത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡാഡി അവിടെ ഒരു സൈഡിലായിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞെടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ കറി വയ്ക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ പാത്രം ഇവിടെ ഇല്ലാത്ത കാര്യം. കാരണം എന്തോ ഒരു പരിപാടിക്ക് ഇവിടെ ഉദ്ദേശിച്ച പാത്രം നമ്മൾ അമ്മയുടെ അങ്ങ് കൊണ്ടുപോയി കേട്ടോ. അത് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു. കാരണം വേറെ ഒരു വലിപ്പത്തിനുള്ള പാത്രം നമുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ആ പാത്രം എടുക്കേണ്ടി വന്നു കേട്ടോ. ഓടിപ്പോയി വീട്ടിൽ പോയി അമ്മേനെ ചോദിച്ചു എന്തിനാടി മോളെ പാത്രം. അപ്പോൾ അച്ചാറിടാനെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നൈസിന് ഈ പാത്രം ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. അവർക്ക് ഒട്ടും സംശയം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു ജിജോ കടുകും കറിവേപ്പിലേക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ എനിക്ക് വിട്ടുപോയി. നമ്മൾ നല്ല ഒരു 5-6 സവാള, ഒരു 8-10 സവാള ഉണ്ട് കേട്ടോ. ആ സവാള എടുത്ത് മുപ്പിക്കാൻ ഇടുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജിത്തു വിളിച്ചിട്ട് ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള വഴറ്റുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ വിളിച്ചിട്ട് ഐസ്ക്രീമും സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് അമ്പാടി അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഒത്തിരി മെസ്സായി കിടക്കുകയാണ്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കൺജസ്റ്റഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ സ്ലാബിന് വീതിയില്ലാത്തത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വെക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സവാള വഴറ്റി ഇത്തിരി കറിവേപ്പിലേക്ക് ഡാഡി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ ദിവസം ആനിവേഴ്സറിക്ക് ചെയ്തതെന്നുള്ള രീതിയിലാണ് ചിക്കൻ കറി വെക്കാൻ ആരെയും പഠിപ്പിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ കറിവേപ്പിലേക്ക് നേരത്തെ കഴുകി സെറ്റാക്കി വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ ഡാഡി എടുത്തതേ. അപ്പോൾ ഡയറക്റ്റ്ലി ഡാഡിക്ക് എല്ലാം ഇങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത് എല്ലാം ചെയ്ത് കൊടുത്താൽ ആ ഒരു മസാല പരിവാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇവിടെ മിക്കപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡാഡി കുക്കിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും. പക്ഷേ അതൊരു മൂഡ് അനുസരിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ എന്തെങ്കിലും ഒക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒത്തിരി അധികം വെക്കുന്ന പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഒതുക്കി കൊടുക്കണം. ഇപ്പോൾ ഉപ്പിടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി അരിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ പേസ്റ്റിൽ അടിക്കുന്നതും ഉണ്ട് കേട്ടോ. തക്കാളി കാണത്തക്ക കറിയിൽ കാണണ്ടേന്ന് ഓർത്തിട്ട് കാണത്തക്ക രീതിയിൽ അരിയുന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുകയാണ്. അപ്പോൾ സവാള നല്ലവണ്ണമൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ തക്കാളി ഡാഡിക്ക് എപ്പോഴും അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡാഡി ഒന്ന് പോയി ഫോണിലൊക്കെ ഒന്ന് തോണ്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ സവാള കരിയാതിരിക്കാൻ ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളും വീഡിയോക്കകത്ത് എന്തെങ്കിലും ചെയ്തെന്നൊക്കെ കാണിക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ ഇടയ്ക്ക് വന്ന് വീഡിയോക്കകത്ത് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഡാഡിയാണ് എല്ലാം ഓൾമോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡാഡി കാണുന്നില്ല കേട്ടോ. ക്യാമറ ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ആൾ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ക്യാമറ കണ്ടിട്ടേ ഇല്ല ജിജോ. അവിടെ ഞാൻ സൈഡിലെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ക്യാമറ മറഞ്ഞ് നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കറി ഓൾമോസ്റ്റ് കുക്കായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അമ്പാടി കയറുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ അവൻ ചിരിക്കുന്നത്. അപ്പോൾ അരുണിൻ്റെ ഐസ്ക്രീം ജിത്തു പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ച് കൊടുത്തു വിടുന്നതാണ് കേട്ടോ. വാങ്ങിച്ച് കൊടുത്തു വിടുന്നത് ഇവനെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിനി തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഞാൻ കാണിക്കുന്നത്. ഇനി തക്കാളി ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും മറ്റേ ക്യാരറ്റും കൂടി ആഡ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ സ്ലൈസ് പരുവത്തിലുള്ള തക്കാളി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. അത് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. അപ്പോൾ ഇത്രയും നേരത്തെ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇടണ്ടെന്ന് തോന്നിപ്പോയി കേട്ടോ. കാരണം ചിക്കൻ വേവുന്നതിൻ്റെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ ഇത്തിരി കൂടി വെന്ത് പോകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പിന്നെ ഒരു അപാകത പറ്റിയല്ലോ എന്നുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിത് അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും നമ്മുടെ പച്ചമുളക് ക്രഷ് ചെയ്തിട്ടുമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ. കാരണം ഈ പച്ചമുളക് നമ്മളെപ്പോഴും അരിഞ്ഞല്ലേ ഇടുന്നത്, ക്രഷൊക്കെ ചെയ്തിടുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അടുത്ത നമുക്ക് മസാലക്കൂട്ടുകൾ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു, ഇതേ മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടു, മല്ലിപ്പൊടിയുടെ ആടി ഞാൻ അങ്ങോട്ട് നീങ്ങിയ സമയത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ മസാല ഇടാൻ മറന്നു പോകും കേട്ടോ. അതാണ് പിന്നീട് ആലോചിച്ചിട്ട് അയ്യോ എന്തോ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവസാനം ഈ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ, വളരെ സിമ്പിളായൊരു കാര്യമാണ് നമ്മുടെ സവാള അരിയുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് ഒഴിച്ചത് തക്കാളി നമ്മൾ നേരത്തെ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കൊണ്ടൊന്ന് ചേർത്തായിരുന്നു. പക്ഷെ അതെനിക്ക് എടുക്കാൻ ഞാൻ ഇപ്പം നോക്കുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് എടുത്തിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ഡാഡി ഇത്തിരി തൈര് ചേർത്ത് കേട്ടോ. അതിൻ്റെ ഇടയിൽ തക്കാളി നല്ലവണ്ണമൊക്കെ മൂത്ത് വന്ന് ഒരിത്തിരി നേരം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് നമ്മൾ തൈര് ഇത്തിരി ആഡ് ചെയ്തു. ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ, കാരണം ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രപ്പോസലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ മസാല ഇവിടെ സെറ്റായി. അപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വെന്ത് കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി നമ്മുടെ ഉണ്ണി ചിക്കൻ കറി കഴിക്കാത്തത് കാരണം അവന് നമ്മൾ അപ്പത്തിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി, ഞാൻ ഓടിപ്പോയി കുളിച്ച് റെഡിയായി. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ സമയം. നമ്മൾ 7 മണിയാണ് വെച്ചേക്കുന്നത്. കൃത്യം 7 മണിക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് കേക്കും ഒക്കെ വാങ്ങണം. അപ്പോൾ പെട്രോൾ അടിക്കാൻ എപ്പോഴും ശരിക്കും തിരിഞ്ഞ് നോക്കിയപ്പോഴും പേടിച്ചു. ഇപ്പോഴത്തെ ബസ്സുകാരുടെ കൊച്ചു ചെറുക്കന്മാരാണ് കേട്ടോ ബസ് ഓടിക്കുന്നത്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ബാക്കിൽ കൊണ്ടൊന്നും അത്രയും പറ്റ വെച്ചേക്കുകയാണ്. ഇപ്പോഴത്തെ ബസ്സുകാരുടെ ഓട്ടിക്കൽ ശരിയല്ല കേട്ടോ. കാരണം നമ്മുടെ എറണാകുളം സൈഡിൽ എല്ലായ്പ്പോഴും ഇതൊക്കെ തന്നെയാണ്. അത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ നേരം പോയി. നമ്മുടെ പള്ളൂരത്തിലുള്ള കല്യാണി ബേക്കേഴ്സിയിലാണ് കേട്ടോ വന്നേക്കുന്നത് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല കളക്ഷനും ഉണ്ടാകും, അത്യാവശ്യം അഫോർഡബിൾ റേറ്റുമാണ് കേട്ടോ. അപ്പം കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പം നമ്മുടെ കേക്ക് ഹട്ടിൽ നിന്ന് വാങ്ങിച്ചതൊരു കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ച ഒരു 800 ആ ഒരു റേറ്റിലാണ്. ഇപ്പോൾ ചിരിക്കുന്നത് ഡാഡി വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം കേക്കിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റായി കേട്ടോ. 1200 1000 താഴെയുള്ള കേക്കുകളും കാര്യങ്ങളും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അവസാനം എപ്പോഴും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെയാണ് എടുക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് ഒരു മറ്റേ പിസ്ത ഫ്ലേവർ കേട്ടോ, അതാണെന്ന് തോന്നുന്നു. പിസ്തയുടെ ഒരു സ്പാനിഷിൻ്റെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അത് വാങ്ങിച്ചത് 900 ആയുള്ളൂ. അപ്പോൾ ഈ കേക്കാണ് കേട്ടോ നമ്മൾ എടുത്തത്. അപ്പോൾ ആ ചേട്ടൻ നല്ല ഭംഗിക്ക് നിന്ന് എഴുതിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ, നിങ്ങളെയും കാണിച്ചു തന്നു. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, 13th വെഡ്ഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് എഴുതുന്നതാണ് കാണുന്നത്. റേറ്റ് ആയത് ഒരു 1000-1200 റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 900ൻ്റെ കേക്കുണ്ട്. ഇതിലും നല്ല ഭംഗിയിൽ എനിക്ക് തോന്നി കേട്ടോ. ഇപ്പുറത്തെ ഒരു ചേട്ടൻ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റിനൊക്കെ 700 ഉള്ളൂ. പക്ഷേ അത് റേറ്റിൻ്റെ അല്ല കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നിയത് എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ഒരു കൊച്ച് എഴുതിക്കുന്ന കണ്ടിട്ട് ഞാനത് വീഡിയോ എടുത്തു. പക്ഷേ എപ്പോഴും കഴിക്കുന്ന ഫ്ലേവർ അല്ലേന്ന് ഓർത്തിട്ട് നമുക്ക് ഓക്കെ ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നതാണൊക്കെ തോന്നുന്നു ഓർത്തിട്ട് നമ്മളൊരു പുതിയ ഫ്ലേവർ എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും കൂടി വാങ്ങിച്ചു. നമ്മളൊരു 1000 റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മിഠായിയും കൂടി ഒന്ന് ഡെക്കറേറ്റിന് വെക്കാം എന്നുള്ള രീതി, പിള്ളേരൊക്കെ ഉള്ളതല്ലേ കഴിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ നമ്മളിതേ ബില്ലൊക്കെ പേ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ നല്ല ഒരു ഇതായിരുന്നു കേട്ടോ, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ പയ്യനും പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ ചോദിച്ചു ഇതിനെന്തൊക്കെയാണ് ഇങ്ങനെ ഏതൊക്കെയാണ് ഫ്ലേവർ. അപ്പോൾ ചെറുക്കൻ പറയുന്നുണ്ട് കേട്ടോ, ഡാഡി എന്തൊക്കെയോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സഹകരണമായിരുന്നു കേട്ടോ നമ്മുടെ കല്യാൺ ബേക്കറിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. എനിക്കും
ഹൊയ്യാരേ ഹൊയ്യ ഹൊയ്യ. കാരണം വേറൊന്നുമല്ല, ഇത് നമ്മൾ അപ്പം ഇത് നമ്മൾ അപ്പം ഓർഡറിന് കൊടുക്കുന്ന വീടാണ്. ഇന്ന് രാവിലെ നമ്മൾ കൊടുത്താണ്, വൈകുന്നേരത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. 50 അപ്പം പറഞ്ഞിട്ട് ഇത് അപ്പം നമുക്കിങ്ങനെ വേണം, ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ പള്ളുരുത്തിലുള്ളൊരു കടയാണ് കേട്ടോ. വീടുകളിൽ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് അകത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ കറി കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാം, അതുപോലെ ടേസ്റ്റും ഉണ്ട്. ചിക്കൻ വറുത്തതും സെറ്റായി, കേക്ക് സെറ്റായി, മിഠായി സെറ്റായി, ക്യാൻഡിൽ, അങ്ങനെ ഓൾമോസ്റ്റ് ഐസ്ക്രീം, ഇതെല്ലാം നമ്മൾ വാരിപ്പറക്കി ഇനി നമ്മളെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ അതേ പിള്ളേർ അവിടെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മാമിമാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരും കടയിൽ എന്തോ പോയേക്കായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ചെല്ലും കേട്ടോ. ശരിക്കും അമ്മയൊക്കെ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഒരു മറ്റേ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യം ഓൾറെഡി സെറ്റായത് അമ്മയൊക്കെ അറിഞ്ഞു. കാരണം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അത് പൊളിച്ചു, സർപ്രൈസ്. പക്ഷേ ഇതൊക്കെ ഒന്നും പ്ലാനിലല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് അമ്മയും പപ്പയും ശരിക്കും വണ്ടറാവും കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ ലൈവിൽ അതായത് വീഡിയോ കാണിച്ചു തരാം എന്താണ് നടന്നതെന്നൊക്കെ ഉള്ള കേട്ടോ. ഒത്തിരി അമ്മ അവസാനം കരയുകയൊക്കെ ചെയ്തു കേട്ടോ. കാരണം ഇന്നേ വരെ ഞാൻ ഒളിച്ചോടിയതാരും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം മാമനെ ഞങ്ങൾ ഫസ്റ്റ് വിളിക്കുമ്പോൾ തന്നെ മാമൻ പറയും, എൻ്റെ പെങ്ങൾ ഒളിച്ചോടിയതാണോടി നീ കേക്ക് കെട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് തമാശയുടെ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. എന്നാലും മാമന്മാരൊക്കെ വന്നത് നമ്മൾ സർപ്രൈസായിട്ട് ഇടവഴി. ഞാൻ ഈ ഒരു ഫ്രെയിമുമായിട്ട് മാത്രമാണ് ഗൈസ് പോകുന്നത്. അവർ പുറകെ ഉണ്ട്. ഞാൻ അവരെ സർപ്രൈസ് കൊടുക്കാൻ, അവരൊട്ടും പ്രതീക്ഷിച്ചില്ല, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമുക്ക് നോക്കാം കേട്ടോ. ചെന്ന് കയറുമ്പോൾ തന്നെ അപ്പാപ്പൻ പറയുന്നത് അമ്മ അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ഡാവിക്കുട്ടൻ കുറേ നേരം എന്നെ തിരക്കി എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കൊടുത്തോളാൻ വേണ്ടിയിട്ട് അത് കൊടുത്ത് ഈ ഒരു ട്വിസ്റ്റ് അങ്ങ് തിരിക്കും കേട്ടോ. സർപ്രൈസ് ഇവർ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ നിർത്തിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ സഡൻലി അവർ കയറി വരും കേട്ടോ. കണ്ടോ കേട്ടോ ഫോട്ടോ തന്നെ കൊള്ളാവോ? വേറെ ഫോട്ടോ സർപ്രൈസ് ആയ ഇത് പ്രതീക്ഷ അപ്പ ഇത് പ്രതീക്ഷ. അങ്ങനെ അവർ ഒത്തിരി സർപ്രൈസായി. അമ്മ കരയൊക്കെ ചെയ്തു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു മാമന്മാരുടെയൊക്കെ എൻട്രി. അപ്പോൾ ദേ അമ്മ വണ്ടറായിട്ട് നിൽക്കുന്നതാണ്. പപ്പയ്ക്കും ഇങ്ങനെ എക്സ്പ്രഷൻ പുറത്ത് വരത്തില്ല, പക്ഷെ പപ്പയും വണ്ടറായി കേട്ടോ. അമ്മ കരയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സന്തോഷത്തിൽ ആ സീക്വൻസൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പിന്നെ അവസാനം അമ്പാടിനെ കൊണ്ടിട്ടാണ് കേട്ടോ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കടാന്നൊക്കെ പറഞ്ഞ് ഓർപ്പിച്ച് എടുക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്ത ഫോട്ടോ ഫ്രെയിമൊക്കെ കാണിക്കുകയാണ് കേട്ടോ അവരുടെ. അപ്പോൾ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ആൽബത്തിൽ നിന്ന് ഞാൻ എടുത്ത് സെറ്റ് ചെയ്തതാണേ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഇപ്പം ദീപമ്മായും ലൈജമ്മായും കൂടി പപ്പയ്ക്ക് ഒരു ഷർട്ടും അമ്മയ്ക്കൊരു ചുരിദാറിൻ്റെ ക്ലോത്തും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് പൊട്ടിക്കുന്നതാണ് കേട്ടോ. നല്ല പപ്പയുടെ ഷർട്ടാണ് കേട്ടോ. പപ്പ ടാഗ് പോലും പൊട്ടിക്കാതെ ഇട്ടേക്കാണ്. അപ്പോൾ അവരത് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ നേരത്തിട്ടേ. പപ്പയ്ക്ക് കറക്റ്റായിരുന്നു ഈ ഷർട്ട്, നല്ല ഷർട്ടായിരുന്നു. അതെ അമ്മ ചുരിദാറിൻ്റെ പീസ് പൊട്ടിക്കുന്നതാണ് കേട്ടോ. നല്ല തുണിയായിരുന്നു കേട്ടോ. നല്ല തളർന്ന് കിടക്കുന്ന മെറ്റീരിയലായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളത് സർപ്രൈസൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അമ്മ ഒത്തിരി കരയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ആനന്ദൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് പപ്പ അമ്മേനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ഫുഡിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് കുറേ നേരം സൊറയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മൂത്ത മാമൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പുറകെ നമ്മുടെ ബിജാമനും കൂടി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജിത്തുവിനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു കേട്ടോ. അവൻ ആ സമയമായപ്പോൾ അവിടെ സമയം വ്യത്യാസം ഉള്ളതുകൊണ്ട് അവിടുത്തെ 7 മണി ഓർത്തിരുന്ന് വർക്ക് ആ നേരത്തിനായപ്പോഴുകൊണ്ട് കൊച്ചിനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിത് കേക്കൊക്കെ വാങ്ങിച്ചതും മിഠായിയൊക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. മാമനാണ് കേട്ടോ ഓരോ സെറ്റും കാര്യങ്ങളൊക്കെ. മാമനും ജിജോയൊക്കെ നിന്നിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ അമ്പാടിയുടെയിൽ മൊബൈൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഫോട്ടോ എടുത്തതാ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ ആരുടെ കയ്യിലും പോകുന്നില്ല.
കുഞ്ഞാവയ്ക്ക് ഇത്തിരി പാടുകേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മൾ അപ്പോൾ എന്നോട് ജിജോ പറയുകയാണേ, നീ ഇങ്ങനെ മറഞ്ഞു നിന്ന് സൈഡ് ഒതുങ്ങി നിന്ന് ചെയ്താലേ കാണുള്ളൂ. അപ്പോൾ 30 വർഷത്തെ തിരി ഞാനങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ. അതേ അപ്പോൾ ഇത് നേരത്തെ ഇതിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഞാനിതിങ്ങനെ ലാഗായിട്ട് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കേക്കും ചോക്ലേറ്റ്സൊക്കെ വിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് 2-3 പേരോട് ഞാൻ, അതായത് 2-3 നമ്മുടെ അമ്പാടിനോടും ജിജോനോടും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അതാണ് ഈ കേക്കൊക്കെ. ഇത് രണ്ടാമതും ഒരു സൈഡിൽ നിന്ന് വേറൊരു വ്യൂവിൽ, വേറൊരു സൈഡിൽ നിന്ന് വേറൊരു വ്യൂവിലൊക്കെ നമുക്ക് ഫോട്ടോസ് കിട്ടിയത്. അപ്പോൾ ദേ നമ്മൾ കേക്കൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. അപ്പയമ്മയും റെഡിയായി. അപ്പോൾ ഇത്തുമോനെ വിളിക്കുന്ന ടൈമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവനെ ഞങ്ങൾ അമ്പാടിയുടെ ഫോണിൽ നിന്നും എല്ലാവരുടെ ഫോണിൽ നിന്നും വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ അവനോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു 7 മണിക്ക് ചെയ്യോടെ കട്ട് ചെയ്യും, അപ്പോൾ നീ വിളിക്കുമ്പോൾ എടുക്കണേ. പക്ഷേ കുഞ്ഞിന് ആ നേരം ആയപ്പോൾ ജോലി തിരക്കായിപ്പോയി കേട്ടോ. അപ്പോൾ അവനും ഞാനും കൂടി കുറേ നേരം ഓർത്ത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവന് ഈ സർപ്രൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ദിവസത്തെ പ്ലാനിങ് ആണ് കേട്ടോ. അവൻ്റെതാണ് കൂടുതലും ഇനീഷ്യേറ്റ് ചെയ്ത് അവൻ ചെയ്യണം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവനില്ലാത്തതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പറയുമായിരുന്നു. അപ്പോൾ അതേ നേരത്തെ ഈ സൈഡ്, ഇപ്പം നേരത്തെ ഇതേണൊക്കെ കത്തിച്ച വീഡിയോ വെക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു. അപ്പോൾ 2-3 പേരുടെ ഫോണിൽ ഞാൻ, അതായത് എടുക്കടാന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പിങ്സും കളയാതെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ അപ്പയുടെ ഷർട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അമ്മയുടെ ചുരിദാറിൻ്റെ തുണിയായിരുന്നേ. അപ്പോൾ നമ്മുടെ പിള്ളേർ സംഘത്തിലെല്ലാവരും നിർത്തി. ജോക്കുട്ടൻ ചേട്ടായി വരുന്നുണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ജോക്കുട്ടനും വന്നേ. അപ്പോൾ അതേ അവരങ്ങനെ 30 വർഷം ഒരുമിച്ച് ജീവിച്ചതിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഇതിപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെതായ സന്തോഷങ്ങളും, പപ്പ അത് കണ്ടോ ആദ്യം തന്നെ പിള്ളേർക്ക് കൊടുക്കാതെ അമ്മയ്ക്ക് കൊടുത്തോട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം പപ്പ അതിങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളല്ല കേട്ടോ. പക്ഷേ ഇത് അവരുടെ ഒരു ദിവസം ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്ന സന്തോഷം അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവസാനം ഓടി നടന്ന് അമ്മ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജിജോയ്ക്കും എനിക്കും വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്തത് കാരണം എനിക്ക് ഇതുവരെ നമ്മുടെ വീട്ടുകാരിലും ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് വന്നേക്കുന്ന ഗസ്റ്റിനെയാണല്ലോ നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ വീട്ടുകാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ ഒരു ജിജോ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്ന് കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഞാൻ ഓർത്ത് അമ്മയ്ക്കും അപ്പയ്ക്കും കൊടുത്തു കേട്ടോ. പപ്പയ്ക്ക് ഇങ്ങനെ സ്പീഡിൽ പപ്പ കൈ കഴുകാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ നടന്നപ്പോഴേക്കും അങ്ങ് വായി വെച്ച് കൊടുത്തു. അമ്മയ്ക്ക് അത് വീഡിയോയിൽ കിട്ടി കേട്ടോ. ഞാൻ അപ്പയ്ക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പം ഇനി അങ്ങോട്ട് വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. തിരക്കായിരുന്നു എല്ലാവരും. കുറേ നേരം കുറേ കാര്യങ്ങളും അമ്മ ഒളിച്ചോടിയ സമയത്തുള്ള എക്സ്പീരിയൻസും മാമിമാരുടെ കാര്യവും കല്യാണത്തിൻ്റെ സമയവും അങ്ങനെ കുറേ പഴയ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മാമന്മാരൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയുക പായസവും കൂടി വെക്കണമായിരുന്നു. അപ്പോൾ അത് വേറൊരു ദിവസം സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഡാവിക്കുട്ടനെ കൊടുക്കുന്നില്ല കേട്ടോ കേക്ക്. അപ്പോൾ ഞാൻ പറയും അമ്മേനോട് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബിജുവാമൻ വന്നത്. അപ്പോൾ 2 പേർക്കും കേക്ക് വായിലൊക്കെ വെച്ച് കൊടുത്തു. മാമൻ കേക്ക് കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ഓരോ കഥകളൊക്കെ, മാമൻ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ കഥകളൊക്കെ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പം, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത അപ്പവും ചിക്കൻ കറിയും ചിക്കൻ വറുത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. നമ്മൾ മാത്രം ഫാമിലി ആയിട്ട് കൂടുന്ന ഒരു ഒക്കേഷനായിട്ട് നമ്മളിത് കൂടി ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഇതാണ് കേട്ടോ ഐസ്ക്രീം. അപ്പോൾ അത് പറ്റിയിലായിപ്പോയി കേട്ടോ. കാരണം അത്രയും വലിയ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു പൂവണക്കത്തൊരു സെറ്റിങ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഐസ്ക്രീം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറവും ക്വാളിറ്റി നല്ലതായിട്ടും തോന്നി. അപ്പോൾ നമ്മൾ ഈ പിള്ളേർക്കായതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ കുഞ്ഞി കോപ്പ എടുക്കാതെ സ്റ്റീലിൻ്റെ എടുത്തു കൊടുത്തത്. ഒരു താഴെ ഇട്ടെങ്ങാനും പൊട്ടിക്കുമെന്ന് ഓർത്തിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ വേറെ എന്തോ എടുത്തപ്പോഴേ ലൈജുമായി കഴിക്കുന്ന ബൗളിൽ എടുത്തപ്പോഴേക്കും പിള്ളേർക്ക് അത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സൈറ്റഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.